Okay, so we are moving to the next part of kindly adjust to our English. So first സെക്ഷനിൽ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിൻ്റെ പ്രോപ്പർ നേറ്റീവ് യൂസേഴ്സ് ചെയ്യുന്നതും ഇന്ത്യൻ ആയിട്ടുള്ള ആളുകൾ നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് കാണുന്ന ഇംഗ്ലീഷിനെ ഏതൊക്കെ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്നുള്ളതും എന്തൊക്കെ ഇന്ത്യനിസംസ് ആയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞു. So, what is the പെർസ്പെക്റ്റീവ് ഓഫ് ശശി തരൂർ ഓർ ദ റൈറ്റർ? ഈ ഇന്ത്യനിസം ഒന്നും ആഡ് ചെയ്തതുകൊണ്ട് വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഇറ്റ്സ് ക്രിയേറ്റ് അവർ ഓൺ പാറ്റേൺ ഓഫ് ഇംഗ്ലീഷ്. നമ്മളുടേതായ ഒരു രീതി നമ്മൾ സ്വയം സൃഷ്ടിക്കുന്നതാണ് ഈ ഇന്ത്യനിസം ആഡ് ചെയ്യുന്നത് വഴി. ഇഫ് അമേരിക്കൻസ് ക്യാൻ ക്രിയേറ്റ് ദെയർ ഓൺ ഇംഗ്ലീഷ്, ബ്രിട്ടീഷ് ക്യാൻ ക്രിയേറ്റ് ദെയർ ഓൺ ഇംഗ്ലീഷ്, വൈ കാൻ വി യൂസ് അവർ നേറ്റീവിസം ടു ക്രിയേറ്റ് അവർ ഓൺ ഇംഗ്ലീഷ്? സോ ആ ഒരു ആസ്പെക്റ്റിലാണ് ശശി തരൂർ ഇംഗ്ലീഷിൻ്റെ ഇന്ത്യനിസത്തെ ട്രീറ്റ് ചെയ്യുന്നത്. സോ ദ നെക്സ്റ്റ് ഹാഫ്. Okay, so next part. Some Indian English was created by our media. It's a ആപ്പ് തിങ്. കാരണം നമുക്ക് പുതുതായിട്ട് ഒരുപാട് വാക്കുകൾ കിട്ടുന്നത് എപ്പോഴും മീഡിയ ത്രൂ ആണ്. കാരണം മീഡിയാസ് ഇപ്പോൾ ഹിന്ദു പേപ്പറൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഓരോരോ ഇഷ്യൂസ് വരുമ്പോൾ അവർ ഓരോരോ ടാഗ് ലൈൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു പുതിയ വാക്കുകൾ എന്തായാലും ഉണ്ടാവും. സോ അതുപോലെ ഹിന്ദു ആയിക്കോട്ടെ, വീക്ക്, അതുപോലെ BBC ചാനൽസ്, ഇവരൊക്കെയാണ് പുതിയ പുതിയ ടാഗ് ലൈൻസ് കൊണ്ടുവരുന്നതിൽ. സോ അപ്പോൾ ഇങ്ങനെയുള്ള ആൻഡ് ദ കോൺട്രാസ്റ്റ് ഈ BBC എന്ന് പറയുമ്പോൾ അതിന് പേറ്റൻറ്റ് എന്ന് പറയാൻ പറ്റുന്ന രാജ്യം വേറെ ഒന്നാണ്. സോ ഇവരൊക്കെ പുതിയ പുതിയ ലാംഗ്വേജസ് കൊണ്ടുവരുമ്പോൾ വേണ്ട, അവരെ വിട്ടേക്കും. നമുക്ക് ഇന്ത്യൻ കൺസിഡറേഷൻ തന്നെ നോക്കാം. ഹിന്ദു ആയാലും വീക്കാണെങ്കിലും ഇതൊക്കെ പുതിയ പുതിയ വാക്കുകൾ കൊണ്ടുവരുമ്പോൾ അത് നമ്മൾ അട്രാക്റ്റഡ് ആവും. പിന്നീട് അത് നമ്മൾ കൊളോക്കിയലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറും. എന്നാൽ അവർ കൊണ്ടുവരുന്ന വാക്കുകളൊന്നും ചിലപ്പോൾ പ്രോപ്പറായിട്ട് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ ഉണ്ടാവണം എന്നുള്ളതായിരിക്കില്ല, അല്ലെങ്കിൽ ആ ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ കൊടുത്തിരിക്കുന്ന മീനിങ് സ്യൂട്ട് ചെയ്യുന്നതായിരിക്കില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ നോക്കൂ. ഫസ്റ്റ് ലൈനിൽ ദാറ്റ് ഈസ് എയർ ഡാഷ്. ദ ചീഫ് മിനിസ്റ്റർ എയർ ഡാഷ് ടു ഡൽഹി. എയർ ഡാഷ് എന്ന് പറഞ്ഞത് ഒരു പ്രോപ്പർ ടേം ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് കുറച്ച് ദൂരം ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതിന്, അല്ലെങ്കിൽ എയർ ത്രൂ ട്രാവൽ ചെയ്യുന്ന, കുറച്ച് ദൂരം ട്രാവൽ ചെയ്യുന്നതിന് മീഡിയ കൊണ്ടുവന്ന ഒരു ടൈമായിരുന്നു എയർ ഡാഷ്. ഓക്കെ, ദ ചീഫ് മിനിസ്റ്റർ എയർ ഡാഷ് ടു ഡൽഹി. അതുപോലെ തന്നെ ഹിസ്റ്ററി ഷീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാലങ്ങളായിട്ട് പോലീസ് റെക്കോർഡ്സിൽ ക്രിമിനൽ റെക്കോർഡിങ് കീപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് ഇങ്ങനെയുള്ള ക്രിമിനൽ അഫയേഴ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ പറയുന്നതാണ് ഹിസ്റ്ററി ഷീറ്റർ എന്ന് പറയുമ്പോൾ ലോങ് ക്രിമിനൽ റെക്കോർഡ് ഉണ്ട് എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ സം ലൈക്ക് മൈ പ്രീപോൺ കെയിം ഫ്രം സ്കൂൾ ആൻഡ് കോളേജ് ക്യാമ്പസ്. സോ അദ്ദേഹം തന്നെ പറഞ്ഞു, പ്രീപോൺ എന്ന ടേം അദ്ദേഹം കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? കോളേജിലുള്ള ഒരു കോളേജിന് മാക്സിമം എളുപ്പത്തിൽ കുറച്ച് കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ ഇത്രയും ലെങ്ത്തിൽ ഇത് മാറ്റി വയ്ക്കുമോ എന്ന് ചോദിക്കുന്നതിന് പകരമായിട്ട് ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തൊരു ടേമാണ് പ്രീപോൺ. സോ അതുപോലെ മിക്ക വാക്കുകളും കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ സ്കൂൾ സ്റ്റുഡൻസിൻ്റെ ഇടയിലാണ് സൃഷ്ടിക്കപ്പെടുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളിപ്പോൾ സ്കൂളിലായിരുന്നതിന് ശേഷം എത്ര പുതിയ പുതിയ വാക്കുകൾ. ലാസ്റ്റ് ഫ്യൂ ഡേയ്സിലാണ് ഞാൻ ഈ സെഡ് എന്ന ടേം കേൾക്കുന്നത്. സോ ഈ ഓരോ വാക്കുകൾ നമ്മളുടെ കൺവീനിയൻസിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ടൈപ്പിംഗ് ഫോമാറ്റ്സിനനുസരിച്ച് നമ്മൾ മാറ്റവും ചിരിക്കുകയും ഒക്കെ ചെയ്യാണ്. ഇപ്പോൾ മ്യൂസിക് എന്ന ടേം നമ്മൾ സ്റ്റൈലിഷ് ആക്കാൻ വേണ്ടി അതിന് ഇസഡ് ആഡ് ചെയ്തു. സോ അപ്പോൾ എല്ലാത്തിനും നമ്മളുടേതായ കൺവീനിയൻസിനനുസരിച്ച് മാറ്റും. അപ്പോൾ ഈ കൺവീനിയൻസ് കൂടുതലായിട്ടും കാണുന്നത് സ്കൂൾ സ്റ്റുഡൻസിൻ്റെ ഇടയിലും കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയിലുമാണ്. സോ ഇവിടെ അദ്ദേഹം വേറൊരു ടേം കൊടുത്തിട്ടുണ്ട്, മഗ്ഗിങ് എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുള്ള ടേം ആയിരിക്കും. സോ എനിക്ക് തോന്നുന്നില്ല, പക്ഷെ നിങ്ങൾ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് വേറൊരു കാര്യത്തിനും കൂടി വേണ്ടിയായിരിക്കും ഇവിടെ ടേം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും മഗ്ഗിങ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് അയാൾ അറ്റാക്ക് ചെയ്ത് മോഷ്ടിക്കുന്നതിനാണ് മഗ്ഗിങ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ കഷ്ടപ്പെട്ട് അത്രയും അധ്വാനിച്ച് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് ഒരു സബ്ജക്റ്റിന് വേണ്ടി നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നീട് റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്ന ആ ഒരു എഫേർട്ടിന് മഗ്ഗിങ് എന്ന് പറയുന്നത്. ഈ എക്സാമിന് വേണ്ടി മഗ്ഗിങ് ഫോർ ആൻ എക്സാം എന്നൊക്കെ പറയുമ്പോൾ അത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യണം. പക്ഷേ ഇത് നമുക്കേ അറിയുള്ളൂ, ഇതൊരു ഇന്ത്യനിസമാണ്. ഇപ്പം പുറത്ത് ശരിക്കും എങ്ങനെ ഇതിനെ പറയുന്നത്? ഒരാളിൽ നിന്ന് അറ്റാക്ക് ചെയ്ത് എന്തെങ്കിലും മേടിക്കുന്നതിന് റോബറിയാണ്. അപ്പോൾ
what he says that when an Indian student tells a foreigner he was mugging for an exam, bewilderment is guaranteed. That means അവർ അത്ഭുതത്തോടു കൂടി തന്നെ നിൽക്കുക, ഇയാളെന്തീ പറയുന്നത്, എക്സാം മോഷ്ടിക്കാൻ പോയോ അല്ലെങ്കിൽ എക്സാം മറ്റൊരാളുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച് മേടിച്ചു, എന്താണെന്ന് അവർക്ക് മനസ്സിലാവില്ല. സോ അതൊരു അത്ഭുതം എന്തായാലും ഉണ്ടാവും. പക്ഷേ ഇറ്റ് ഈസ് അവർ വേ ഓൺ സെയിങ്. സോ നമ്മളുടെ ഇടയിൽ അത് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പ്രത്യേകിച്ച് ഒരു അത്ഭുതം ഇല്ല, അതിൽ പ്രത്യേകിച്ച് എന്താ ഇപ്പോൾ ഇത്രയും അത്ഭുതപ്പെടാനുള്ള ഒരു കാര്യവും അതിൽ നമുക്ക് ഉണ്ടാവില്ല. ബിക്കോസ് വി യൂസ് ഇറ്റ് ആസ് Indianism in English. Next stanza. Some Indian Englishisms are merely translated from Indian language. It's clear because നമ്മുടെ നേറ്റീവ് ഇന്ത്യനിസം ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ ഇംഗ്ലീഷിസം എന്ന് പറയുന്നതും നമ്മളുടെ നേറ്റീവ് ലാംഗ്വേജിൻ്റെ ഇൻഫ്ലുവൻസ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്ന ആ ഓരോ രീതികളാണ് നമ്മൾ ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവരുന്നത്, അല്ലേ? ഈ പൊതുവെ നമ്മൾ ഓരോ ഏരിയ വൈസ് തിരിച്ച് പറയുമ്പോഴത്തേക്കും ഈ മലയാളവും ഇംഗ്ലീഷും കൂടി കലർത്തി സംസാരിക്കുന്ന ആളുകളുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഓരോ ഏരിയയുടെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ എന്തെങ്കിലും കൊളോക്കിയലായിട്ട് യൂസ് ചെയ്യുന്നത്. ചിലവർ നമ്മളിപ്പോൾ പണ്ട് ഇംഗ്ലീഷ് അറിയില്ലാതിരുന്ന ആളുകൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, നമ്മൾ മലയാളത്തിൽ പറയുന്ന അങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് ആക്കാൻ നോക്കും. നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ മലയാളം A to Z എന്നാണ് എഴുതുന്നതെങ്കിൽ ഇംഗ്ലീഷ് Z to A എന്ന് എഴുതണം. അത്ര റിവേഴ്സിലാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ പോകുന്നത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക്. പക്ഷെ നമ്മൾ അറിയാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യും. അതുപോലെ ഇപ്പോൾ നമ്മൾ യൂഷ്വലായിട്ട് മലയാളത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ അത് തന്നെ ഇംഗ്ലീഷിലും സെയിം ട്രാൻസ്ലേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ നോൺ വെജിൻ്റെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു, മീറ്റ് കഴിക്കണം എന്നുള്ള ആ ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നതാണ് ഞാൻ നോൺ വെജ് ആണെന്ന് പറയുന്ന വഴി. അല്ലാതെ അത് പ്രോപ്പർ ടേം ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ടല്ല. സോ ഇവിടെ പറയുന്നത് വാട്ട് ഈസ് യുവർ ഗുഡ് നെയിം, നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒരു രീതിയാണ് വാട്ട്സ് യുവർ ഗുഡ് നെയിം. നമ്മൾ അതിലൊരു തെറ്റും കാണുന്നില്ല, നമുക്ക് അതിലൊരു കൺസ്ട്രക്ഷൻ്റെ പ്രോബ്ലവും കാണുന്നില്ല, ഒന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു ഗുഡ് നെയിം എന്നുള്ളൊരു യൂസേജ് ഇല്ല പുറം രാജ്യങ്ങളിൽ. വാട്ട്സ് യുവർ ഗുഡ് നെയിം എന്ന് പറയുന്നത് നമുക്കത് പറയാനൊരു കാരണം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് നോർത്ത് ഇന്ത്യൻ സൈഡ്സിൽ ഇപ്പോൾ ബംഗാളിലൊക്കെ ആണെങ്കിലും 2 പേരുകളുണ്ട്. ദാറ്റ് ഈസ് ധാക് നെയിം ആൻഡ് ബലോ നെയിം. ഐ തിങ്ക് ഇറ്റ്സ് കറക്റ്റ്, എനിക്ക് ഹിന്ദി അത്ര കറക്റ്റായിട്ട് അറിയില്ല. സോ എനിഹൗ ഡാർക്ക് നെയിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ പെറ്റ് നെയിംസ് ഒക്കെ പറയുന്ന പോലെ അവരെ വിളിക്കപ്പെടുന്ന ഒരു പേരുണ്ടാവും. അവർക്കത് ഒരാൾക്ക് 2 പേര് നിർബന്ധമാണ്. ഒന്ന് വിളിക്കപ്പെടുന്ന പേരും രണ്ടാമത്തെ ഗുഡ് നെയിം, ദാറ്റ് മീൻസ് റെക്കോർഡ്സ് നമുക്ക് ഒഫീഷ്യലായിട്ട് അയാൾക്കുള്ളൊരു പേരും. സോ 2 പേരുണ്ടാവും. അപ്പോൾ അവർ വാട്ട്സ് യുവർ ബലോ നെയിം അല്ലെങ്കിൽ ഗുഡ് നെയിം എന്നതുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ് നിങ്ങളുടെ ഒഫീഷ്യൽ നെയിം എന്നുള്ളത്, അല്ലാതെ നിങ്ങളുടെ നല്ല പേര് എന്താണെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയല്ല. അപ്പോൾ നമ്മുടെ ആ ഒരു ക്ലാസിക്കൽ സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മുടെ നേറ്റീവ് ലാംഗ്വേജിൻ്റെ ആ ഇൻഫ്ലുവൻസ് ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് വന്നതാണ് വാട്ട് ഈസ് യുവർ ഗുഡ് നെയിം. പക്ഷേ ഇന്ന് നമ്മളത് ഏറ്റവും പൊളൈറ്റായിട്ട് ഒരാളോട് സംസാരിക്കുമ്പോഴത്തേക്കും വാട്ട്സ് യുവർ ഗുഡ് നെയിം എന്ന് ചോദിച്ചാൽ അവർക്കത് അത്രയും പ്ലീസിങ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത്. അത് നമുക്ക് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളാണോ അറിയാത്ത ആളാണോ എന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല. നമുക്ക് കേൾക്കുന്ന ആൾക്ക് നല്ല രീതിയിലൊരു ഗുഡ് ഫീൽ കിട്ടുന്ന രീതിയിലാണ് നമ്മളതിനെ കണക്കാക്കിയിട്ടുള്ളൂ. ഇൻ്റർലോക്ടർ മീൻസ് നമ്മളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കോൺവെർസേഷനിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾ. ഓക്കെ, സോ ദാറ്റ് ഇസ്. സോ സം Indianism are creative use of ordinary language, words or phrase to reflect a particularly Indian sensibility, such as kindly adjust, said apologetically by the 7th person squeezing onto a bench made for 4. Our matrimonial ads have created their own cultural tropes, British complexion, of course, and better still traditional with modern looks. So ഇതുപോലെ ക്രിയേഷൻ ഒരുപാട് പേര് നടത്തുന്നുണ്ട്. നമ്മൾ കൈൻഡ്ലി അഡ്ജസ്റ്റ്, ഈ ഒരു കൈൻഡ്ലി അഡ്ജസ്റ്റ് എന്നൊക്കെ പറയുന്ന കുറേ ഇങ്ങനെ അപ്പോളജറ്റിക്കൽ എന്ന് പറയുന്നത് പ്ലീസ്, നമ്മളിങ്ങനെ അപേക്ഷിക്കുന്ന രീതിയിലുള്ള ടേംസൊക്കെ പൊതുവെ പ്രോപ്പർ ഇംഗ്ലീഷ് യൂസേഴ്സിൻ്റെ ഇടയിൽ കുറവാണ്. അത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമുക്കിപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾ തന്നെ കൂടെ ഒരാൾ ഉണ്ടെങ്കിൽ അയാൾ നമ്മളെക്കാളും ഒത്തിരി പൊസിഷൻ കൂടെ ഹൈലി ഡെസിഗ്നേറ്റഡ് ആണെങ്കിൽ നമ്മൾ സർ എന്ന ടേം യൂസ് ചെയ്യും. പക്ഷേ ഇപ്പോൾ US ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രംപിനെ ആരും സർ എന്ന് വിളിക്കില്ല, മിസ്റ്റർ ട്രംപ് എന്ന് തന്നെ വിളിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ തന്നെ IB സ്കൂളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ IB സ്കൂൾ ഇപ്പോൾ ഹൈദരാബാദൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ പേര് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞിട്ട് അതിന് ശേഷം മിസ് എന്ന് വിളിക്കും. അവർ നേരെ തിരിച്ചാണ്. ഇപ്പോൾ മിസ്
ചേർത്തതിന് ശേഷമാണ് അവർ പേര് വിളിക്കുന്നത്. സോ അവരുടെ കൊടുക്കുന്നതിൽ അവർ റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്, പക്ഷേ ഒരു ഈക്വലൻസിയാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ രീതിയിൽ അതിങ്ങനെ മാറി മാറി വരും. അപ്പോൾ ചിലത് നമ്മൾ അത്രയും പ്ലീസ് ചെയ്യുക അല്ലെങ്കിൽ അത്രയും ഇങ്ങനെ താഴ്ന്ന് കീഴ്ന്ന് അപേക്ഷിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ നമുക്കങ്ങനെയല്ല, നമ്മൾ അത്രയും താഴ്ന്ന് സംസാരിച്ച് പോയി ശീലിച്ചു പോയി. പക്ഷെ നമ്മുടെ അതൊരു കൾച്ചറിൻ്റെ ഭാഗമാണ്, നമുക്കതൊരു പൊളൈറ്റ്നെസ് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമാണ് ഈ കൈൻഡ്ലി ടച്ച്. അപ്പോൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ തന്നെ, ഓൾറെഡി 4 പേര് ഇരിക്കേണ്ടടുത്ത് 6 പേരുണ്ട്, 7ാമതായിട്ട് നമുക്കും കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈൻഡ്ലി അഡ്ജസ്റ്റ് യൂസ് ചെയ്യുന്നത്. സോ പോസിബിൾ അല്ലാത്തടത്ത് തിരക്കി കയറാൻ വേണ്ടി നമ്മൾ കൈൻഡ്ലി അഡ്ജസ്റ്റ് യൂസ് ചെയ്ത് കയറുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ മാട്രിമോണിയൽ സൈറ്റ്സിൽ വന്നിരിക്കുന്ന വീറ്റിഷ് കോംപ്ലക്ഷൻ, ആ ഒരു കളറിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനും, അതുപോലെ ട്രഡീഷണൽ വിത്ത് മോഡേൺ ലുക്ക്, കോൺട്രാസ്റ്റിംഗ്. ട്രഡീഷണൽ ആയിരിക്കണം, പക്ഷേ ആൾ മോഡേൺ ആറ്റിറ്റ്യൂഡുള്ള ആളായിരിക്കണം, മോഡേൺ ഔട്ട്ലുക്ക് ഉള്ള ആളായിരിക്കണം. സോ ഇതൊക്കെ ഇങ്ങനെയുള്ള കുറച്ച് ഫണ്ണി ഫ്രേസസ് ആൻഡ് ടേംസ് ഒക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഓരോ മീഡിയംസ് വഴി വന്നതാണ്. ഓക്കെ, സോ ഈ സ്ലൈഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും എല്ലാം ഇന്ത്യൻ ഇംഗ്ലീഷിൽ കാണിച്ചു വയ്ക്കുന്ന എല്ലാത്തിനെയും നമുക്കതങ്ങനെ ന്യായീകരിക്കാനൊന്നും പറ്റില്ല. ചില കാര്യങ്ങളുണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി റോങ് ആയിട്ട് പറയുന്നത്, നമ്മൾ തിരുത്തിയേ പറ്റൂ. ഫോർ എക്സാമ്പിൾ, ദാറ്റ് മീൻസ് അദ്ദേഹം പറയുന്ന ആ ഒരു ടേം എനിത്തിങ് ഗോസ്, എന്തും അങ്ങ് പോവും, അത് ആ ഒരു ഉദ്ദേശത്തിൽ തന്നെ പറയുന്നതാണ്. അങ്ങനെ എന്തും അങ്ങ് ശരിയാവും എന്നുള്ള രീതിയിലൊന്നുമല്ല, ചിലതൊക്കെ കംപ്ലീറ്റ്ലി റോങ് ആണ്, നമ്മൾ തിരുത്തിയേ പറ്റും. ഫോർ എക്സാമ്പിൾ, ഐ വിൽ റിട്ടേൺ ബാക്ക് എന്ന ടേം, ഈ ഇറ്റ്സ് സെഡ് ആസ് അൺനെസസറി റിഡൻഡൻസി, ദാറ്റ് മീൻസ് അനാവശ്യമായിട്ടുള്ള റെപ്പറ്റീഷൻ. ഐ വിൽ റിട്ടേൺ എന്ന് പറയുന്നത് ഐ വിൽ കം ബാക്ക് എന്നുള്ള മീനിങ് തന്നെയാണ്. സോ പിന്നെ റിട്ടേൺ ബാക്ക് എന്ന ടേം യൂസ് ചെയ്യേണ്ട. ക്യാൻ യു പ്ലീസ് റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. റിപ്പീറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരിക്കൽ കൂടി ആവർത്തിക്കുമോ അല്ലെങ്കിൽ പറയുമോ, എഗെയിൻ പറയുമോ എന്നുള്ള രീതിയിൽ തന്നെയാണ്. സോ ആ ഒരു 2 ടേമും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും വരുത്തുന്ന മിസ്റ്റേക്കാണ്. അടുത്തൊരു ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിൽ ആൻഡ് ആസ് ലോങ് ആസ്. ടിൽ ആൻഡ് ആസ് ലോങ് ആസ് എന്ന് പറയുമ്പോൾ, ടിൽ എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യം തീരുന്നത് വരെ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചിലപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ടിൽ എന്ന് പറയുന്ന ആ എൻഡ് പോയിൻറ്റിന് മുമ്പായിട്ട് മാത്രമേ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, കുറച്ചും കൂടി എളുപ്പത്തിൽ ഞാൻ പറഞ്ഞു വരാം. ആസ് ലോങ് ആസ് എന്ന ടേം നിങ്ങൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഒരു പ്രോസസ്സ് തുടങ്ങി അത് തീരുന്ന വരെയുള്ള കാലം. പക്ഷേ ടിൽ എന്ന് പറയുന്നത് ആ പ്രോസസ്സിൻ്റെ എൻഡ് ടൈമിൻ്റെ കൂടെ ചേർക്കേണ്ടതാണ്. ഓക്കെ, ഐ വിൽ മിസ് യു ടിൽ യു ആർ അവേ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഐ വിൽ മിസ് യു ആസ് ലോങ് ആസ് യു ആർ അവേ. നിങ്ങൾ എത്ര കാലം ദൂരെ ആയിരിക്കുന്നോ അത്രയും കാലം ഞാൻ നിങ്ങളെ മിസ് ചെയ്യും. അത് ടിൽ യൂസ് ചെയ്തിട്ടാണ് പറയുന്നതെങ്കിലോ അത് ആ കാലഘട്ടത്തെ അല്ല ഇൻഡിക്കേറ്റ് ചെയ്യേണ്ട, എൻഡ് ടൈം. ഐ വിൽ മിസ് യു ടിൽ യു കം ബാക്ക്, നിങ്ങൾ തിരിച്ചെത്തുന്നത് വരെ. അപ്പോൾ ആദ്യത്തേൽ ആ പ്രോസസ്സാണ് പറയുന്നതെങ്കിൽ രണ്ടാമത്തേൽ എൻഡ് ടൈം, എപ്പോഴാണ് അത് അവസാനിക്കുന്നത് അതുവരെ എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ടിൽ യൂസ് ചെയ്യുന്നത്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ദെൻ അടുത്ത കാര്യം, വേവ് ഓഫിൻ്റെ കാര്യത്തിൽ അത് ശ്രദ്ധിച്ച് കേൾക്കുക. വേവ് ഓഫ് എന്ന് പറയുന്ന പല കൈൻഡ് ഓഫ് വേവ്സ് ഉണ്ട്. WAIVE ഉണ്ട്, WAVE ഉണ്ട്. നമ്മളൊരു ഗവൺമെൻറ് ഒഫീഷ്യലിൻ്റെ അടുത്ത് പോയിട്ട് നമ്മളെ ഒഴിവാക്കി വിട്ടു, അയാൾ നമ്മളത് ചെയ്തു തന്നില്ല ഒഴിവാക്കി വിട്ടു എന്ന് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും WAIVE ഓഫ് യൂസ് ചെയ്യരുത്. ഓക്കെ, WAIVE ഓഫ് എന്ന് പറയുന്നത്, വേവ് ഓഫ് എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോൾ ഒരു എന്തെങ്കിലും ഫിനാൻസുമായിട്ട് റിലേറ്റ് ചെയ്ത്, അപ്പോൾ അതിൽ ലീഗൽ റൈറ്റ്സും ഒരു പൈസയുടെ കാര്യത്തിനൊക്കെ ആ പൈസ അയാൾ വേണ്ടാന്ന് വെച്ചു, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഫൈൻ വേണ്ടാന്ന് വെച്ചു, ഇതൊക്കെ പറയാൻ വേണ്ടിയാണ് വേവ് എന്ന ടേം യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫോർ ദാറ്റ് ടു വേവ് ഓഫ് എന്ന് പറയേണ്ട ആവശ്യവുമില്ല. ജസ്റ്റ് വേവ്സ് എന്ന് പറഞ്ഞാൽ തന്നെ WAIVES, വേവ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഒഴിവാക്കി വിട്ടു എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ഫൈൻ ഒഴിവാക്കി വിട്ടു. സോ ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽസും ഫൈൻ ഒഴിവാക്കി വിടില്ല, അതാണ് ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം. ഇന്ത്യൻ ഒഫീഷ്യൽസ് ഡസൻ വേവ് എ ഫൈൻ. വേവ് ഓഫ് എന്ന് യൂസ് ചെയ്യേണ്ട, വേവ് എന്ന് യൂസ് ചെയ്താൽ മതി. പക്ഷെ നിങ്ങളെ ഒഴിവാക്കി വിട്ടു എന്നുള്ളതാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ WAVE എന്നുള്ളതാണ്. ദോ ഹി could have wave you off if you thank him too profusely. സോ ഒരുപാട് പ്രാവശ്യം നമ്മൾ നന്ദി പറഞ്ഞ് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അയാൾ കൈകൊണ്ട് കാണിക്കും പൊക്കോ എന്നുള്ള രീതിയിൽ. സോ അവോയ്ഡ് ചെയ്ത് വിടുന്നതെന്ന് പറയാം.
അല്ലെങ്കിൽ നമുക്ക് ഇതല്ലാത്ത തന്നെ വേറൊരു സിറ്റുവേഷനിൽ അയാൾ വിചാരിച്ച കാര്യങ്ങൾ നമ്മൾ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ വേവ് ഓഫ്, അപ്പോൾ എന്ത് വേണമെങ്കിലും. സോ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. വേവ് ഓഫ് നമ്മളെ അവോയ്ഡ് ചെയ്ത് വിടുന്ന, അല്ലെങ്കിൽ നമ്മളെ ഒഴിവാക്കി വിടുകയാണ്, ഒരാളുടെ കഴിഞ്ഞു മറ്റൊരാളെ ഒഴിവാക്കി വിടുന്നതാണെങ്കിൽ അതിന് WAVE, വേവ് ഓഫ് എന്നാണ് പറയേണ്ടത്, വേവ് യു ഓഫ്. മറ്റേത് ഫൈൻ ഒഴിവാക്കി എന്നുള്ളതാണെങ്കിൽ വേവ് ഓഫ് പറയേണ്ട, ജസ്റ്റ് വേവ്സ്, അത് WAIVES ആണ്. സോ ഇത് അദ്ദേഹം ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്, പക്ഷെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും വലിയ കോൺഷ്യസ് അല്ല. ചില മണ്ടത്തരങ്ങൾ നമ്മളിങ്ങനെ നമ്മൾ തന്നെ വരുത്തിക്കൂട്ടാണ്. നമ്മൾ തന്നെ മറ്റുള്ളവർ നമ്മളെ കളിയാക്കാനുള്ള കാര്യമായി സ്വയം മാറുകയാണ് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെ ചെയ്ത്. സോ അതൊക്കെ ശ്രദ്ധിക്കണം. ഇനി അടുത്തൊരു എക്സാമ്പിൾ കൂടി പറയുന്നത് ബാക്ക് സൈഡും റെയറുമാണ്. എപ്പോഴും എന്ത് കാര്യത്തിനും പുറകിലേക്ക് ചെല്ല്, അങ്ങോട്ട് ചെയ്യുക, എന്ത് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് എപ്പോഴും നമ്മൾ ബാക്ക് സൈഡ് എന്ന് പറയും. പക്ഷെ ഒരു കോയിൻ എടുത്ത് അതിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും അതിൻ്റെ ആ വശത്തെയാണ് പറയുന്നത് ബാക്ക് സൈഡ്. അല്ലാതെ ഒരു ബിൽഡിങ്ങിൻ്റെ പുറകിലേക്ക് പോകുന്നതിനായി മൂവ് ടു ഇറ്റ്സ് ബാക്ക് സൈഡ് എന്നല്ല പറയേണ്ടത്. അതിന് റെയറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നവർക്കറിയാം, ലെൻസിൽ മിററിലുണ്ടാവും റെയർ ലെൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ക്യാമറ ലെൻസിനാണെങ്കിൽ ക്യാമറ ലെൻസിനുണ്ടാവില്ല, ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിലുണ്ടാവും റെയർ ലെൻസസ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ മിററിൽ ഇത് കൊടുക്കുന്നത് പുറകിലുള്ളത് കാണാൻ എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ്. സോ റെയർ ലെൻസസ്, റെയർ ക്യാമറാസ് ഒക്കെ എന്ന് വിചാരിക്കുന്നത് നമുക്ക് പുറകിലുള്ള കാര്യങ്ങൾ, ക്യാമറാസ് ഉണ്ട്, കാറിലൊക്കെ യൂസ് ചെയ്യുന്നത് റെയർ ക്യാമറാസ് ഉണ്ട്. സോ പുറകു വശത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ ഒരു എൻട്രി ബോർഡ് വെക്കും, എൻട്രി ത്രൂ ബാക്ക് സൈഡ് ഓൺലി. സോ പുറകു വഴി കയറാൻ പാടുള്ളൂ എന്ന് പറയുന്നത് പുറകു വശം അങ്ങനെയല്ല പറയേണ്ടത്. എൻട്രി ത്രൂ റെയർ സൈഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റെയർ എന്ന് കൊടുക്കണം പുറകിലൂടെ കയറുന്നതിന്, അല്ലാതെ ബാക്ക് സൈഡ് അല്ല. സോ ഇതൊക്കെ നമ്മളുടെ പ്രോപ്പർ ഇംഗ്ലീഷ്, റൂബ്രിക് ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ റൂൾസിനെതിരായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇറ്റ്സ് ജസ്റ്റ് ബാഡ് ഇംഗ്ലീഷ് എന്ന് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളാണെങ്കിലും നമ്മളുടേതായ സ്റ്റൈൽ, വി ആർ ലൈക്ക് ദാറ്റ് ഓൺലി. സോ നമ്മൾ നമ്മളുടെ സ്റ്റൈൽസിലാണ് ഫോളോ ചെയ്യുന്നത്. അതിന് മറ്റുള്ളവർക്ക് തെറ്റുകൾ തോന്നാം, പക്ഷേ വാട്ട് ഹി സേസ് ദിസ് കൈൻഡ്ലി അഡ്ജസ്റ്റ്, ജസ്റ്റ് നമ്മളുടെ രീതികളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത് കുറച്ച് ലെങ്തി ആയെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.